2020 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ കാത്തിരുന്നത് എതിരാളികളായ അമേരിക്കയുടെ അപ്രതീക്ഷിത വെല്ലുവിളി. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഒറ്റയാൻ പോരാട്ടമായിരുന്നു അമേരിക്കൻ ആക്രമണത്തിൽ നിന്നും ഇന്ത്യക്ക് കവചമായി മാറിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് നിരയെ യുഎസ്എയുടെ ബൗളർമാർ വിറപ്പിക്കുകയായിരുന്നു. ലോക ഒന്നാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മയെ 0-ന് പുറത്താക്കി യുഎസ്എ ഇന്ത്യക്ക് ആദ്യ പ്രഹരം ഏൽപ്പിച്ചു. പിന്നീട് കണ്ടത് ഇന്ത്യയുടെ ശക്തമായ ബാറ്റിംഗ് നിര വിക്കറ്റുകൾ നൽകി മടങ്ങുന്നതായിരുന്നു. ഇതോടെ ഒരു ഘട്ടത്തിൽ ഇന്ത്യ 4 വിക്കറ്റിന് 46 റൺസ് എന്ന നിലയിൽ പരുങ്ങുകയായിരുന്നു. ഇന്ത്യ സ്കോർ 100 കടക്കുമോ എന്ന് സംശയം തോന്നിച്ച മത്സരത്തിൽ സൂര്യയുടെ ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഇന്ത്യക്ക് പൊരുതാനുള്ള സ്കോർ സമ്മാനിച്ചത്. 49 പന്തിൽ 4 സിക്സും 10 ഫോറും അടക്കം 84 റൺസ് നേടി സൂര്യ പുറത്താകാതെ നിന്നത് ഇന്ത്യക്ക് 161 എന്ന ഭേദപ്പെട്ട സ്കോറിൽ എത്താൻ സഹായിച്ചു. ഇന്ത്യയുടെ 9 വിക്കറ്റുകളാണ് അമേരിക്ക പിഴുതെടുത്തത്. 4 വിക്കറ്റ് നേടിയ യുഎസ്എയുടെ ഷാർലി വാൻ ഷാങ്കിക് ആയിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ വിറപ്പിച്ചത്. സൂര്യയെ കൂടാതെ 25 റൺസ് നേടിയ തിലകവർമ്മയ്ക്ക് മാത്രമാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ അല്പം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അഭിഷേക് ശർമ്മയും ശിവൻ ദുബെയും 0-ന് പുറത്തായപ്പോൾ ഇഷാൻ കിഷൻ 20 റൺസും റിങ്കു സിംഗ് 6 റൺസും ഹാർദിക് പാണ്ഡ്യ 5 റൺസും അക്സർ പട്ടേൽ 14 റൺസിനും പുറത്തായി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ യുഎസ് ബാറ്റർമാരെ ഇന്ത്യൻ ബൗളർമാർ വിറപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. മുൻനിര ബാറ്റ് നിര തകർന്നടിഞ്ഞ അമേരിക്കയുടെ മധ്യനിരയുടെ 3 ബാറ്റർമാർക്ക് മാത്രമാണ് അല്പം പോരാട്ട വീര്യം ഇന്ത്യക്കെതിരെ പുറത്തെടുക്കാൻ കഴിഞ്ഞുള്ളൂ. 3 വിക്കറ്റുമായിട്ട് മുഹമ്മദ് സിറാജും 2 വിക്കറ്റ് നേടിയ അർഷദീപും അക്സർ പട്ടേലുമാണ് യുഎസ്എയെ 8 വിക്കറ്റ് നഷ്ടത്തിൽ നിശ്ചിത ഓവറിൽ 132 റൺസിൽ ഒതുക്കിയത്. ഇതോടെ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ യുഎസ്എക്കെതിരെ 29 റൺസിന്റെ വിജയം ഇന്ത്യ നേടി.